നമ്മൾ ഇന്നലെ പറഞ്ഞിരുന്നത് മുൻപത്തെ ക്ലാസ് പറഞ്ഞു വെച്ചിരുന്നത് ലോ ഓഫ് റെസിസ്റ്റൻസിനെ കുറിച്ചൊക്കെയായിരുന്നു പറഞ്ഞിരുന്നത്. നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് ടെമ്പറേച്ചർ ഡിഫറെന്റ് മെറ്റീരിയലിനെ എങ്ങനെ എഫക്ട് ചെയ്യുന്നതാണ്. എഫക്ട് ഓഫ് ടെമ്പറേച്ചർ ഇൻ ഡിഫറെന്റ് മെറ്റീരിയൽ പറഞ്ഞാല് ഇതില് ഒന്നാമത് കണ്ടക്ടേഴ്സ് ആണെങ്കിൽ അതിന്റെ റെസിസ്റ്റൻസ് ഇൻക്രീസ് ചെയ്യും. ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് റെസിസ്റ്റൻസും ഇൻക്രീസ് ചെയ്യും. റെസിസ്റ്റൻസ് ഇൻക്രീസസ് വിത്ത് increase in temperature. സെമികണ്ടക്ടേഴ്സും ഇൻസുലേറ്റേഴ്സും ആണെങ്കിൽ റെസിസ്റ്റൻസ് ഡിക്രീസസ് വിത്ത് increase in temperature. കണ്ടക്ടർ ആണെങ്കിൽ ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് റെസിസ്റ്റൻസും കൂടും. സെമി കണ്ടക്ടേഴ്സും ഇൻസുലേറ്റേഴ്സും ആണെങ്കിൽ റെസിസ്റ്റൻസ് ടെമ്പറേച്ചർ ഇൻക്രീസിനനുസരിച്ച് കുറയും എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ കണ്ടക്ടേഴ്സിൽ റെസിസ്റ്റൻസ് ടെമ്പറേച്ചർ എങ്ങനെ എഫക്ട് ചെയ്യുന്നു നോക്കാം ഡീറ്റെയിൽ ആയിട്ട്. ടെമ്പറേച്ചർ T0യിൽ R0 ആണെങ്കിൽ, റെസിസ്റ്റൻസ് R0 ആണെങ്കിൽ, ടെമ്പറേച്ചർ T ഡിഗ്രി സെൽഷ്യസിൽ റെസിസ്റ്റൻസ് RT ആണെങ്കിൽ ന്യൂ റെസിസ്റ്റൻസ് RT എന്താണെന്ന് നോക്കാം. അതിനുള്ള ഫോർമുലയാണ് RT എന്ന് പറയുന്നത് RT R0 into 1 plus alpha 0 1 plus alpha T0. T0 എന്ന് പറഞ്ഞാൽ 0 ഡിഗ്രി സെൽഷ്യസിലുള്ള ടെമ്പറേച്ചറും ആ സമയത്ത് R0 ആയിരിക്കും റെസിസ്റ്റൻസ്. ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചർ ഉള്ളതാണെങ്കിൽ RT ആയിരിക്കും. ഈ ന്യൂ RT റെസിസ്റ്റൻസ് RT എന്ന് പറയുന്നത് 0 ഡിഗ്രി സെൽഷ്യസ് റെസിസ്റ്റൻസ് ഇൻറ്റു 1 പ്ലസ് ആൽഫ ഇൻറ്റു T0 എന്ന് പറഞ്ഞാൽ 0 ഡിഗ്രി സെൽഷ്യസിലെ ടെമ്പറേച്ചർ. ഇത് വേറൊരു കേസിൽ ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ കാണാൻ പറയും. ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ കാണാൻ പറയുന്നത് T1ലുള്ള റെസിസ്റ്റൻസ് R1 ഉം T2ലുള്ള റെസിസ്റ്റൻസ് R2 ആണെങ്കിൽ നമ്മുടെ ന്യൂ ഫോർമുല എന്ന് പറയുന്നത് R2 എന്ന് പറയുന്നത് റെസിസ്റ്റൻസ് ഓഫ് ദി മെറ്റീരിയൽ R2 എന്ന് പറയുന്നത് R1 ഇൻറ്റു 1 പ്ലസ് ആൽഫ T2 മൈനസ് T1 എന്നാവും. ഓക്കെ, അപ്പൊ നമുക്ക് പ്രോബ്ലം ചെയ്യാം. നമ്മുടെ ഫോർമുല എന്ന് പറയുന്നത് RT R0 ഇൻറ്റു 1 പ്ലസ് ആൽഫ 0 T ആണെന്ന് അറിയാം. ഈ ആൽഫ 0 എന്ന് പറയുന്നത് ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ആണ്. The armature resistance of a DC shunt motor at 20 degrees Celsius is 0.5 ohm. When it is loaded, the temperature of the winding is increased to 65 degrees Celsius. If the temperature coefficient of resistance of the armature copper winding is 0.00428 degrees Celsius, find the resistance of the armature winding under loaded condition. ലോഡ് കണ്ടീഷനിൽ ഒരു നോർമൽ കണ്ടീഷൻ 65 ഡിഗ്രി സെൽഷ്യസിൽ 0.5 ഓം ഉള്ള ആർമേച്ചർ റെസിസ്റ്റൻസ് 0.00428 ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചർ കോഫിഷ്യന്റ് ആവുന്ന സമയത്ത് അതിന്റെ റെസിസ്റ്റൻസ് എന്താണെന്ന് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് കിട്ടിയ പോയിന്റുകൾ എഴുതാം.
ചെയ്യുന്നത് T എന്ന് പറയുന്നത് T1 എന്ന് പറയുന്നത് 20 ഡിഗ്രി സെൽഷ്യസ്. R1 എന്ന് പറയുന്നത് 0.5 ഓം. T1ലുള്ള റെസിസ്റ്റൻസ് ആണ് R1, 0.5 ഓം. ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് എന്ന് പറയുന്നത് 0.00428 പെർ ഡിഗ്രി സെൽഷ്യസ്. പിന്നെ T2 എന്ന് പറയുന്നത് 65 ഡിഗ്രി ഇൻക്രീസ് ചെയ്തെന്നാണ് പറയുന്നത്. ഈ ന്യൂ ടെമ്പറേച്ചറുള്ള റെസിസ്റ്റൻസ് എത്രയാണെന്ന് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ RT എന്ന് പറയുന്നത് R0 ഇൻറ്റു 1 പ്ലസ് ആൽഫ 0 T ആണല്ലോ. T2 മൈനസ് T1. RT is equal to R0 into 1 plus alpha 0 T2 minus T1. RT is equal to R0 into 1 plus alpha 0 into T2 minus T1. നമുക്ക് ഫോർമുല ഉണ്ട്, T2 minus T1. R0 എന്ന് പറയുന്നത് ഇവിടെ R1 ആണ്. R0 എന്ന് പറയുന്നത് ഈ കേസിൽ നമ്മുടെ രണ്ട് ടെമ്പറേച്ചർ ഉണ്ടാകുന്ന കേസിൽ R0 മറ്റേ R1ഉം R2 എന്നാണ് എടുക്കുന്നത്. R1ഉം R2. RT is equal to R1 into 1 plus alpha 0 into T2 minus T1. Alpha 0 എന്ന ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ്. ഇതില് R1 എന്ന് പറയുന്നത് 0.5 ഓം. 1 plus alpha 0 എന്ന് പറയുന്നത് 0.00428 into T2 minus T1. T2 65 ആണ്. 65 minus 20. R2 എന്ന് പറയുന്ന ആൻസർ എന്ന് പറയുന്നത് 0.5 ഓം, 0.9 ഓം. RT is equal to 0.59 ഓം. അപ്പോ നമുക്കൊരു ടെമ്പറേച്ചറിലെ റെസിസ്റ്റൻസ് തന്നാൽ പുതിയ ടെമ്പറേച്ചറിലെ മാറുമ്പോൾ ആ ന്യൂ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ് RQ is equal to R1. അതായത് പുതിയ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഓൾഡ് റെസിസ്റ്റൻസ് അറ്റ് T1 ഡിഗ്രി സെൽഷ്യസ്. ന്യൂ ടെമ്പറേച്ചറിലുള്ള റെസിസ്റ്റൻസ് ആണ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ദാറ്റ് മീൻസ് R2 is equal to R1 into 1 plus alpha 0 into T2 minus T1. R1 നമുക്ക് ആൾറെഡി തന്നിട്ടുണ്ടായിരുന്നു, ഫോർമുല അപ്ലൈ ചെയ്യുന്നു. ആൽഫ 0 എന്ന് പറയുന്നത് 0.00428. ന്യൂ T2 എന്ന് പറയുന്നത് 65 ഡിഗ്രി സെൽഷ്യസ് ആണ്. T1 എന്ന് പറയുന്നത് 20 ഡിഗ്രി സെൽഷ്യസ് ആണ്. ആൻസർ RT is equal to 0.59 ഓം. നമ്മുടെ ലോ ഓഫ് റെസിസ്റ്റൻസ് പോലെ തന്നെയുള്ള വേറൊരു ലോയാണ് ഓംസ് ലോ. ഫേമസ് ലോ ആണ് ഇലക്ട്രിക്കലിലെ. നമ്മൾ 8ാം ക്ലാസ് തൊട്ട് തന്നെ പഠിച്ചു വരുന്ന എല്ലാവരും പഠിക്കുന്ന സംഭവമാണ് ഓംസ് ലോ. ഓംസ് ലോ പറയുന്നത് പറഞ്ഞാല് വോൾട്ടേജും കറണ്ടും റെസിസ്റ്റൻസും തമ്മിലുള്ള റിലേഷനെ കുറിച്ച് പറയുന്ന ഒരു ലോയാണ് ഓംസ് ലോ. വോൾട്ടേജും കറണ്ടും റെസിസ്റ്റൻസിനെ കുറിച്ചുള്ള റിലേഷൻ തമ്മിൽ പറഞ്ഞതാണ്. ഓംസ് ലോ പറയുന്നത് അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ the voltage, when the voltage is applied to the network, applied to network, the current will flow through it.
amount of current is directly proportional to applied voltage. Voltage across the terminal and inversely proportional to resistance of the path or material or conductor. അതായത് ഒരു ക്ലോസ്ഡ് സർക്യൂട്ടിൽ ഒരു വോൾട്ടേജ് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഒരു കറണ്ട് ഉണ്ടാവും, കറണ്ട് ഐ. ഈ ഉണ്ടാവുന്ന കറണ്ട് ഐ എന്ന് പറയുന്നത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു അപ്ലൈഡ് വോൾട്ടേജും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു റെസിസ്റ്റൻസും എന്നാണ് പറയുന്നത്. എപ്പോൾ ടെമ്പറേച്ചർ എല്ലാം കോൺസ്റ്റന്റ് ആയിരിക്കണം. അത് മാത്തമാറ്റിക്കൽ എഴുതുന്നത് I is equal to V by R എന്നാണ്. I is equal to V by R. ഈ ഒരു ഫോർമുല വെച്ച് തന്നെ നമുക്ക് ഒരുപാട് ഫോർമുല ഉണ്ടാക്കാൻ പറ്റും. V കണ്ടുപിടിക്കാം, R കണ്ടുപിടിക്കാം, വാട്ടേജ് കണ്ടുപിടിക്കാം, അങ്ങനെ ഒരുപാടുണ്ട്. നമുക്ക് നോക്കാം. നമുക്ക് ഓംസിൽ വെച്ചിട്ട് ഒരു 12 ഫോർമുല ഉണ്ടാക്കാം. നമുക്ക് ഏതൊക്കെയാന്ന് നോക്കാം. ഏതൊക്കെയാണ് വോൾട്ടേജ് റിലേറ്റഡ് ആയിട്ടുള്ളതും കറണ്ട് റിലേറ്റഡ് ആയിട്ടുള്ളതും റെസിസ്റ്റൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു 12 ഫോർമുല ഉണ്ടാക്കാം. ഇതാണ് ബേസിക് ആയിട്ട് നമ്മൾ എല്ലാവരുടെയും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. വോൾട്ടേജ്, കറണ്ട്, റെസിസ്റ്റൻസ് ആൻഡ് പവർ അഥവാ വാട്ടേജ് പവർ. ഫസ്റ്റ് എന്ന് പറയുന്നത് V is equal to I into R. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഓംസിൽ പറഞ്ഞില്ലേ I is equal to V by R എന്ന് പറഞ്ഞില്ലേ, അതിൽ നിന്നും V is equal to IR. റെസിസ്റ്റൻസ് R is equal to V by I. അതുപോലെ തന്നെ വാട്ടേജ് എന്ന് പവർ എന്ന് പറയുന്നത് P പവർ വാട്ടേജ് is equal to V into I. ഇതിൽ നിന്ന് തന്നെ അടുത്ത V ഉണ്ടാക്കാം. വോൾട്ടേജ് V is equal to വാട്ടേജ് ബൈ കറന്റ്. ഇതിൽ നിന്ന് നമുക്ക് അടുത്ത കറന്റ് ഉണ്ടാക്കാം. I is equal to വാട്ടേജ് ബൈ വോൾട്ടേജ്. നമുക്ക് ഇതിൽ ഐയുടെ ഫോർമുല V by R എന്നും R is equal to V by I എന്നും എല്ലാം പറയണ്ട. അപ്പൊ ഇതിന് പ്രകാരം ഈ ഐയുടെ സ്ഥലത്ത് റെസിസ്റ്റൻസ് വെച്ചിട്ടുള്ളത് കൊടുക്കുകയാണെങ്കിൽ R is equal to V square by W എന്ന് കിട്ടും. R is equal to V square by W എന്നതിൽ നിന്ന് തന്നെ നമുക്ക് W is equal to ഇവിടുത്തെ കേസ് പവർ W is equal to V square by R എന്ന് കിട്ടും. പിന്നെ വീണ്ടും നമുക്ക് V കാണാൻ പറ്റും. ഇതിൽ നിന്ന് V കാണാൻ പറ്റും. V എന്ന് പറയുന്നത് V square എന്ന് പറയുന്നത് WR ആണെങ്കിൽ V എന്ന് പറയുന്നത് റൂട്ട് ഓഫ് WR എന്ന് കിട്ടും. അത് കഴിഞ്ഞിട്ട് I ഈ നമുക്കറിയാം W എന്ന് പറയുന്നത് I square RT എന്ന് പറഞ്ഞൊരു ഫോർമുല ഉണ്ടെന്ന് അറിയാം എനർജിയുടെ. അപ്പോ W പവർ എന്ന് പറഞ്ഞാൽ I square R. അപ്പൊ ഈ കേസിൽ I എന്ന് പറയുന്നത് റൂട്ട് ഓഫ് W by R എന്ന് കിട്ടും. ഇതൊക്കെ റിലേറ്റഡ് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ വളരെ എളുപ്പമായി പഠിക്കാൻ പറ്റും. പിന്നെ അടുത്ത കേസിൽ റെസിസ്റ്റൻസിന്റെ R is equal to W R by R എന്ന് ഉണ്ടാക്കാം. അതുപോലെ തന്നെ അപ്പോ ഈ R എന്ന് പറയുന്നത് R is equal to W by I square എന്ന് കിട്ടും. വാട്ടേജ് ബൈ കറണ്ടിന്റെ സ്ക്വയർ. V is equal to IR, I is equal to V by R, R is equal to V by I, W is equal to V I. ഇതെല്ലാം റിലേറ്റഡ് ആയിട്ടുള്ളതാണ്, ലിങ്ക് ചെയ്ത് വരുന്നതാണ്.
സെയിം അതിന് തന്നെ ഈ പവർ തന്നെ V സിക്കൽ ടു W ബൈ I സിക്കൽ ടു W ബൈ V, R സിക്കൽ ടു V സ്ക്വയർ ബൈ W ഇതിൽ നിന്ന് എടുക്കുന്നതാണ്. ഈ സെയിം ഇതിൽ നിന്ന് തന്നെ W സിക്കൽ ടു V സ്ക്വയർ ബൈ R എന്ന ഫോർമുല ഉണ്ടാക്കുന്നു. ഈ ഫോർമുലയിൽ നിന്ന് തന്നെ V സിക്കൽ ടു റൂട്ട് ഓഫ് W ബൈ R എന്ന് എടുക്കും. അപ്പൊ നമുക്ക് ഇതിൽ W കിട്ടുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ I സ്ക്വയർത്തിനും കിട്ടും. ഈ കേസിൽ W സിക്കൽ ടു VI എന്നുണ്ടല്ലോ, വിയുടെ സ്ഥാനത്ത് IR കൊടുക്കാം. IR കൊടുത്ത് എന്തായി? W സിക്കൽ ടു IR into I സിക്കൽ ടു I സ്ക്വയർ R, ദാറ്റ് ഈസ് W സിക്കൽ ടു I സ്ക്വയർ R. W സിക്കൽ ടു I സ്ക്വയർ R. ഇതിൽ നിന്നാണ് നേരത്തെ പറഞ്ഞ I സിക്കൽ ടു റൂട്ട് ഓഫ് W ബൈ R.